ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഹൗ ടു ഓവർകം ഫിയർ. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ ഓരോ തരത്തിലുള്ള ഭയം ഉണ്ടാകും. മുഖ്യമായും ഡ്രൈവിംഗ് പഠിക്കാനോ അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾക്കോ അല്ലെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടാനുള്ള ഭയമോ അങ്ങനെ പലതരത്തിലുള്ള പേടി ഉണ്ടാകാം. ഇതുപോലെയുള്ള ഭയമുള്ള കാര്യങ്ങളെ നമുക്കൊന്ന് ലിസ്റ്റാക്കാം. പലതരത്തിലുള്ള കഴിവുള്ള ആൾക്കാരാണ് നമുക്ക് ചുറ്റും ഉള്ളത്. മടിയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ടെൻഷൻ, സ്ട്രെസ് എല്ലാം നമുക്ക് ഉണ്ടാകാം ഫിയർ വരുന്നതിലൂടെ. ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും നാച്ചുറലായി നമുക്ക് ഫിയർ ഉണ്ടാകാൻ ഉള്ള സാധ്യതയുണ്ട്. നാം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കാം. എക്സാമ്പിളായിട്ട് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് നമ്മൾ പോകുന്നുവെന്ന് വിചാരിക്കുക. അവിടെ ജോയിൻ ചെയ്യുക. അതിൽ നമുക്ക് ഈ ഫിയറൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടു നോക്കി അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് അതിനായിട്ട് ഇറങ്ങി പുറപ്പെടാവുന്നതാണ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അത് കണ്ട ശേഷം ഡ്രൈവിംഗ് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ കുറയുന്നു, സ്ട്രെസ്സ് കുറയുന്നു, ആങ്സൈറ്റി എല്ലാം മാറ്റി വയ്ക്കുക. സ്ട്രെസ്സ്, ടെൻഷൻ എല്ലാം ഫിയർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വരുന്നതാണ്. പ്ലാൻ ചെയ്ത് നമുക്ക് ശരിയാക്കാവുന്നതാണ്. നമ്മുടെ ഭയത്തെ നാം ഫേസ് ചെയ്യാം. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്യാവുന്നതാണ്. ഡു വൺ തിങ് എവറി ഡേ ദാറ്റ് സ്കേഴ്സ് യു. എല്ലാ ദിവസവും നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യുക. അങ്ങനെ നമുക്ക് പേടിയെ ഫേസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഭയത്തെ മാറ്റിയെടുക്കാവുന്നതാണ്. ഫിസിക്കലായിട്ടോ സൈക്കോളജിക്കലായിട്ടോ ഉള്ള ഭയത്തെ നാം നേരിടണോ അതോ രക്ഷപ്പെടണോ എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഭയം കൂടുന്നതനുസരിച്ച് ഹൃദയമിടിപ്പ് കൂടുന്നു. അതൊരു അൺഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ഭയത്തെ ഓവർകം ചെയ്യുക. ഭയം ഇല്ലാതിരിക്കാനായിട്ട് ഓരോ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പം പട്ടി കടിക്കാൻ വരുന്ന ഇത് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഓടി കയറി നിൽക്കാവുന്നതാണ്. അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ ഉപദ്രവിക്കും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോവാതിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനുള്ള പേടിയുണ്ടെന്ന് വിചാരിക്കുക. എക്സാമിന് തോക്കുമോ, അങ്ങനെ പലതരത്തിലുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ടാകും. ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് നാം ഭയത്തെ ഒഴിവാക്കുകയാണ് വേണ്ടത്. നാം കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കണം. നമ്മുടെ ഡ്രീം ലൈഫിൽ സക്സസ് ആവാൻ ഫിയറിനെ നമ്മൾ ഓവർകം ചെയ്തേ മതിയാവുള്ളൂ. പേടിയെ ഓവർകം ചെയ്യാനായിട്ട് അതിനെ മനസ്സിലാക്കുക. അതിനായി നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് വയ്ക്കാവുന്നതാണ്. റിസ്ക് എടുക്കുന്നതാണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ സഹായിക്കുന്നത്. നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് നമുക്ക് ഒരുപാട്